ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓഫീസിൽ നിന്ന് ഒരു 3 മണിയാകുമ്പോൾ ഇറങ്ങി ഞങ്ങളൊരു ഈവൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓഫീസിൻ്റെ വർക്കിന് ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് ക്യാബിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അഗർബത്തി വിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കൃഷ്ണകല എന്ന് പറഞ്ഞിട്ട് ഒരു 200 റുപ്പീസാണ്. അത് കഴിഞ്ഞ് ക്യാബ് വന്നു, ഞങ്ങൾ ക്യാബിൽ കയറി. അത് കഴിഞ്ഞ് ബ്രൂഫിൽസ് എത്തി. അവിടെ എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക് ബന്ധമായിട്ടുള്ളൊരു ഈവൻറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. ക്യാബിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബ്രൂഫിൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നല്ല മഴയും മഴയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നല്ല കാറ്റായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് ഈ ഇവൻറ്റിന് വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ബ്രൂഫിൽസിലേക്ക് പോകുന്നത്. നോർമൽ അത്ര ക്രൗഡൊന്നുമില്ല, അല്ലെങ്കിൽ ഈ വീക്ക് ഡേ ആയതുകൊണ്ട്. ഇപ്പോൾ സൺഡേ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും മോൾസിൽ. ബട്ട് ഇന്ന് അത്ര ക്രൗഡൊന്നുമില്ല, നോർമൽ ആസ് യൂഷ്വൽ പോലെയായിരുന്നു. ഞങ്ങൾ പോയി, എൻട്രൻസിൽ പോയി. എന്നും ഒരു ഫോർമാലിറ്റി ചെക്കിങ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയി ഞങ്ങളുടെ ഈവൻറ്റിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മാളിൻ്റെ കൺട്രോൾ റൂം ഉണ്ടാവുമല്ലോ, കൺട്രോൾ റൂമല്ല ഓഫീസ് റൂം. അപ്പോൾ അത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈവൻറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ നോക്കുകയാണ്. സെക്യൂരിറ്റി ഗാർഡ്സിനെ കണ്ടു കഴിഞ്ഞാൽ പെർമിഷൻ ചോദിക്കാനില്ല, ആരെങ്കിലും അവിടെ ഉണ്ടാകും. അപ്പോൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ലേഡി സെക്യൂരിറ്റീസ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ട് അങ്ങനെ മെല്ലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവുക. ഞാൻ ഓരോ ഷോപ്പ് കാണുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അതിൽ പോവാ. അപ്പോൾ പറയും, നമ്മളെ വന്നിരിക്കുന്ന ഈവൻറ്റ് പ്ലാൻ ചെയ്യാനാണ്, 5 പൈസ ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത്, ഓർമ്മയുണ്ടോയെന്ന് എൻ്റെ ഫ്രണ്ട് പറയും. അപ്പം ഞാൻ വെറുതെ ചോദിക്കുന്നതാണ്, വെറുതെ ഒരു വിൻഡോ ഷോപ്പിംഗ് പോലെ. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മാളിൻ്റെ അകത്ത് ഓരോ കടയിൽ കയറണം എന്നൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റുമല്ലോ, ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിംഗ് പോലെ. അപ്പോൾ മാളിൻ്റെ സെൻറ്ററിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്, ബുക്ക് സ്റ്റോൾ. അപ്പോൾ അത് കണ്ടു. അവിടെ എസ്കലേറ്ററിൻ്റെ സൈഡിലൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ അടുത്താണ് ഞങ്ങൾ പോയി ചോദിച്ചത്, ഈ മാളിൻ്റെ ഓഫീസ് ഈവൻ്റൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ മാളിൻ്റെ ഓഫീസ് എവിടെയാണ് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ആ ചേച്ചി പറഞ്ഞു തന്നു. ഞങ്ങളതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലിഫ്റ്റിൽ കയറി മൊത്തമായിട്ടൊന്ന് കറങ്ങിയ ശേഷം, അത് ആക്ച്വലി പറയാൻ അത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. ഔട്ട് ഓഫ് ദ മാളാണ് ശരിക്കും. മാളിൻ്റെ പുറത്ത് ഇതേപോലെ ഒരു ബിൽഡിംഗ് ഉണ്ട്. പുറത്ത് പോകണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ, പക്ഷേ മാളിൽ നിന്ന് പുറത്ത് വരണം. പക്ഷേ ഞങ്ങളത് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പോൾ 3rd ഫ്ലോറിൽ ഞങ്ങൾ ഓരോ കാഴ്ചകളിങ്ങനെ കണ്ടിട്ട് അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നോക്കി. ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ വീണ്ടും ഓരോ കാര്യങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് ഞങ്ങൾ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും പറഞ്ഞാൽ ഒരു മാൾ ഫുള്ളും ഒന്ന് കറങ്ങി. സൂപ്പറാ. ഞാൻ പറഞ്ഞ എക്സ്പോ ബുക്ക് സ്റ്റോൾ ഈവൻറ്റ് നടക്കുന്നുണ്ട്. ഞങ്ങളത് കഴിഞ്ഞ് താഴെ വന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട്, അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് കഴിച്ചിട്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ ഓഫീസ് എവിടെയാണെന്ന് നോക്കി വീണ്ടും മാളിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങിക്കൊണ്ടിരുന്നു. ആദ്യം മനസ്സിലാവാത്തത് കൊണ്ടാണ് വീണ്ടും കറങ്ങിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പുറത്താണെന്ന്. വീണ്ടും പുറത്ത് പോയി വേറൊരു വഴി കൂടെ പോയി
ഞങ്ങൾ ഓഫീസിലേക്ക് പോയി. അതിന് മുന്നേ വീണ്ടും ഒരു കറക്കം കറങ്ങി. ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വീണ്ടും കറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മടുത്തപ്പോൾ വീണ്ടും വേറൊരു ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഇവിടെയല്ല, മാളിൻ്റെ പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ്. മാളിൻ്റെ സൈഡിൽ തന്നെയാണ്, പക്ഷെ മാളിൻ്റെ പുറത്ത് പോകണം പറഞ്ഞു. വീണ്ടും ഞങ്ങളത് പുറത്തേക്ക് വരെയാണ് താഴേക്ക്. ഇതുവഴിയും പോവാം, ഇത് ബേസ്മെൻറ്റ് പോലെയാണ്, ഇതുവഴിയും പോവാം, ഇല്ല നിങ്ങൾ അതുവഴിയും പോകാൻ പറഞ്ഞ് ആ വഴിയും പോവാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി കാർ പാർക്കിംഗ് വഴി പോകാമെന്ന് പറഞ്ഞിട്ട് കാർ പാർക്കിംഗ് ചൂസ് ചെയ്തു. പക്ഷെ ആക്ച്വലി ഇതൊന്നും ആയിരുന്നില്ല വഴി. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് വീണ്ടും സെക്കൻഡ് ഫ്ലോർ വന്ന് വീണ്ടും ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിലേക്ക് വന്ന് എങ്ങനെയൊക്കെയോ പിന്നെ ഓഫീസിലെത്തി. അവിടെ ഒരു 15 മിനിറ്റ്സ് ഞങ്ങളുടെ ഈവെൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസും അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ മീറ്റിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. പക്ഷെ ഒരുപാട് കറങ്ങി മാളിൻ്റെ അകത്ത് ഓഫീസ് കണ്ടുപിടിക്കാൻ.